JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അക്കൗണ്ടന്റ് കേരാഫെട്ട് പരീക്ഷ 22/2/2025 ഫെബ്രുവരി 22-ാം തീയതി നടക്കാൻ പോവുകയാണ് 2025. അപ്പോൾ അതിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ കുറച്ച് ദിവസം, ഒരു 50 ദിവസം കൂടി മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ അത് ഈ 50 ദിവസം കൊണ്ട് മൊത്തം സിലബസും കവർ ചെയ്താൽ മാത്രമേ നമുക്കൊരു ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന്റെ സിലബസ് നിങ്ങൾക്കറിയാമായിരിക്കും. കോർപ്പറേഷൻ 40 മാർക്ക്, ബാങ്കിങ് 40 മാർക്ക്, കമ്പ്യൂട്ടറിന് 20 മാർക്ക്. ഇങ്ങനെയാണ് ഇതിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പോൾ നമുക്ക് ഒരു 15 ദിവസം കോർപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കണം, 15 ദിവസം ബാങ്കിങ്ങിന് വേണ്ടിയിട്ടും മാറ്റി വെക്കണം, 20 ദിവസം കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടും അതിന്റെ റിവിഷന് വേണ്ടിയിട്ടും മാറ്റി വെക്കണം. കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് ഒരു 10 ദിവസം മാറ്റി വെച്ചാലും 10 ദിവസം നമ്മൾ അവസാനത്തെ 10 ദിവസം നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുകയാണ് എങ്കിൽ നമുക്ക് ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കോർപ്പറേഷന് വേണ്ടിയിട്ട് ആദ്യത്തെ 15 ദിവസം നമ്മൾ മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടത് കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ്. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ 7 ദിവസം കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റംസ്, അതുപോലെ തന്നെ എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ഇൻ കേരള, മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എയ്ഡഡ് ഓഫ് കോപ്പറേറ്റീവ്സ്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഇത്രയും കാര്യങ്ങൾ ആദ്യത്തെ ഒരാഴ്ച നമ്മൾ പഠിക്കണം. അപ്പോൾ അത് കൂടാതെ തന്നെ വീക്കെൻഡിൽ ശനിയാഴ്ച ദിവസം നമ്മൾ അതിന്റെ എല്ലാം തന്നെ റിവിഷൻ നോക്കണം. അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്ത വീക്കിലെ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, സോഴ്സസ് ഓഫ് ഫണ്ട്, കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത 5 ദിവസം നമ്മൾ പഠിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഓരോ ദിവസവും ഓരോ വീക്കിലും കൃത്യമായിട്ട് ഇങ്ങനെ ഓരോ ദിവസവും ആദ്യത്തെ 15 ദിവസം കോർപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മൊത്തത്തിൽ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ എല്ലാത്തിൻ്റെയും ഓരോ ടോപ്പിക്, ഇപ്പോൾ കോർപ്പറേഷൻ എടുക്കുകയാണെങ്കിൽ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ഓരോ ടോപ്പിക് എന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റുകളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ ഞാൻ നിങ്ങൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ച് നൽകുന്നതാണ്. അതുപോലെ തന്നെ ബാങ്കിങ് അടുത്ത 15 ദിവസം നമ്മൾ ബാങ്കിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ബാങ്കിങ്ങിന്റെ ആദ്യത്തെ വീക്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കിങ്, സെൻട്രൽ ബാങ്കിങ്, ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ്, പ്രീ ലിബറലൈസേഷൻ പീരീഡ്, അതുപോലെ തന്നെ പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യത്തെ ഒരാഴ്ച, ആദ്യത്തെ 5 ദിവസം നിങ്ങൾ അതിനുവേണ്ടി മാറ്റി വെക്കുക. 6-7 ദിവസം നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മൾ 5 ദിവസം പഠിക്കുന്ന കാര്യം 6-ാം ദിവസം റിവിഷൻ ചെയ്യുക, 7-ാം ദിവസം അത് മോഡൽ എക്സാം ആയിട്ട് ഒന്നുകൂടെ ചെയ്തു നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് എത്ര ശതമാനം നമുക്ക് പഠന നിലവാരം ഉണ്ട് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീടുള്ള അടുത്ത 5 ദിവസം നമ്മൾ ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, പ്രാക്ടീസസ് ഓഫ് ബാങ്കിങ്, ലോ റിലേഷൻ ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള 5 ദിവസങ്ങളിൽ നോക്കുക. അങ്ങനെ ടോട്ടൽ 15 ദിവസം നമ്മൾ ബാങ്കിങ്ങിന് വേണ്ടിയിട്ടും മാറ്റി വെക്കുക. ആദ്യത്തെ 15 ദിവസം നമ്മൾ കോർപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു, അടുത്ത 15 ദിവസം നമ്മൾ ബാങ്കിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന റാങ്ക് ഫയലിനകത്ത് ഈ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന രീതിയിൽ ബാങ്കിങ്ങിന്റെ ഓരോ ടോപ്പിക്, ഇപ്പോൾ ഓരോ കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആണെങ്കിലും അതുപോലെ തന്നെ പോസ്റ്റ് ലിബറലൈസേഷൻ ആണെങ്കിലും പ്രീ ലിബറലൈസേഷൻ ആണെങ്കിലും എല്ലാം തന്നെ ഓരോന്നും ആ ഓരോ ടോപ്പിക്ക് തിരിച്ച് അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റുകളെല്ലാം തന്നെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ച് ഓരോ ദിവസവും കൃത്യമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു തരുന്നതാണ്. അടുത്തതായിട്ട് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ 10 ദിവസം മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം 40 ദിവസം, ആദ്യത്തെ 40 ദിവസത്തിൽ
15 ദിവസം കോർപ്പറേഷന്, 15 ദിവസം ബാങ്കിങ്, അടുത്ത 10 ദിവസം നമ്മൾ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. കമ്പ്യൂട്ടറിനകത്ത് വേർഡ്, എക്സൽ, ഓഫീസ് ഓട്ടോമേഷൻ വരുന്നുണ്ട്, ലാംഗ്വേജസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ VB.NET, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ 10 ദിവസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ട് തന്നെ റാങ്ക് ഫയലിനകത്ത് ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയലിനകത്ത് കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് റാങ്ക് ഫയൽ കമ്പ്യൂട്ടർ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ 20 മാർക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നീടുള്ള അവസാനത്തെ പരീക്ഷയ്ക്ക് മുമ്പുള്ള അവസാനത്തെ 10 ദിവസങ്ങൾ നമ്മൾ റിവിഷൻ ക്ലാസ് പൂർണ്ണമായിട്ടും റിവിഷൻ മാത്രമായിട്ട് മാറ്റുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുക. അതോടൊപ്പം തന്നെ മോഡൽ എക്സാമുകൾ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ നമുക്ക് കിട്ടാവുന്ന പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ പഠിക്കുക. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2024 വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ വരെ ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസവും കൃത്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്കൊരു ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ യാതൊരു പ്രയാസവുമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഇന്ന് തന്നെ തയ്യാറാക്കി ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും അക്കൗണ്ടന്റ് കെയർ ഓഫ് ഹെഡ് പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കിൽ എത്തിച്ചേരാനും അതുപോലെ തന്നെ ജോലി കിട്ടാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.